മനുഷ്യ മനസ്സുകളിലെ എക്കാലവുമുള്ളൊരു ചോദ്യമാണ്, എൻ്റെ കണ്ണുനീരിന് എന്നൊരു പരിഹാരം കിട്ടും. നിന്റെ കണ്ണുനീരിൻ്റെ പരിഹാരത്തെക്കുറിച്ചാണ് ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. 126 സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവസന്നിധിയിൽ ഒരു മനുഷ്യൻ കണ്ണുനീരൊഴുക്കിയാൽ അതിനെ ബൈബിൾ ഒരു വിതയായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. ഗോതമ്പ് വിതയ്ക്കുന്നത് പോലെ, നെല്ല് വിതയ്ക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ ഒരു ദൈവപൈതൽ ഒഴുക്കുന്ന കണ്ണുനീർ ഒരു വിതയാണ്. ഞാൻ തുടക്കത്തിലേ പറയാം, ദൈവത്തിൽ വിശ്വാസമുള്ള ഒരു ദൈവമക്കളും ലോകത്തിൻ്റെ മുമ്പിലോ മനുഷ്യരുടെ മുമ്പിലോ കരയാൻ പാടില്ല. അവൻ കരയണം, ദൈവസന്നിധിയിൽ ഇരുന്ന് കരയണം. പ്രാർത്ഥിക്കുന്ന ധാരാളം പേരുണ്ട്, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ധാരാളം പേരുണ്ട്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒരു മനുഷ്യൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരമാണ്. ഒരുവന് കണ്ണുനീര് വരണമെങ്കിൽ അവൻ്റെ ഹൃദയം തകരണം. ഹൃദയം തകർന്ന് കണ്ണുനീരൊഴുക്കി ഒരുവൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ ബൈബിൾ അതിനെ വിളിപ്പിക്കുന്നത് അതൊരു വിതയാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ എവിടൊക്കെ കണ്ണുനീര് ഒഴുക്കിയിട്ടുണ്ടോ, വേദപുസ്തകത്തിലെ ഭക്തനായൊരു മനുഷ്യനാണ് യാക്കോബ്. തൻ്റെ ജീവിതത്തിൽ തൻ്റെ സന്തതികളുടെ ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള നഷ്ടങ്ങൾ തന്നെ നീണ്ട വർഷങ്ങൾ കരയിപ്പിച്ചു. അവൻ ദൈവസന്നിധി ഇരുന്ന് വിലപിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. യാക്കോബിന്റെ ചരിത്രം നമ്മൾ മുമ്പോട്ട് പഠിക്കുമ്പോൾ താൻ ഏത് വിഷയത്തിൽ ഏറ്റവും അധികം ദുഃഖിച്ചോ അത് യോസഫിന്റെ വിഷയത്തിലാണ് ദുഃഖിച്ചത്. എന്നാൽ സ്തോത്രം, യോസഫ് അയച്ച രഥങ്ങൾ യാക്കോബിനെ കയറ്റുവാൻ തൻ്റെ വീട്ടുമുമ്പിൽ വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഏതു വിഷയത്തിന് കണ്ണുനീരൊഴുക്കിയോ ആ വിഷയത്തിന്റെ മറുപടി തന്നെ തേടി വന്നതുപോലെ ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. നീ ഒഴുക്കിയ കണ്ണുനീര് വെറുതെയല്ല, അതിന് താമസിയാതെ ഒരു വലിയ കൊയ്ത്തു വരിക. നീ ഒഴുക്കിയ കണ്ണുനീരും നീ കഴിച്ച പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എത്തി അതിന് തത്തുല്യമായ ഒരു മറുപടി നിന്റെ രക്തബന്ധങ്ങൾ നോക്കി നിൽക്കെ നിന്റെ കൂടാരത്തിനകത്ത് തരുവാൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ലോകത്തിന് മുമ്പിൽ കരയരുത്, മനുഷ്യന്റെ മുമ്പിൽ കരയരുത്, ദൈവം മുമ്പിൽ കരയാം. ആ കണ്ണുനീരിന് ഉടനെ ഒരു മറുപടിയുണ്ട്. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ദൈവസന്നിധി കരയുവാൻ ഇരമ്യാവ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ തലയെ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. ദൈവത്തിന് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണുനീരിൻ്റെ മറുപടി ദിവസങ്ങൾ അവരുടെ മേലെ വരട്ടെ. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താമസവിന ഒരു കൊയ്ത്ത് നിനക്കുണ്ട്. നീ അത് കാണും, അനുഭവിക്കും. ഗോഡ് ബ്ലസ് യു.